ദേ ഇന്നലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, കാശ് ചോദിക്കാൻ വിട്ടുപോയി. ഇന്നത്തെയും ഇന്നലത്തെയും പറ്റി ഒന്നിച്ചിങ്ങാന്നേ. ചെവി കേട്ടൂടെ കാശ് തരാൻ? തൽക്കാലം കാശിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. എന്റെ കാശാ തന്ന് ഏൽപ്പിച്ചത് പോലല്ലോ ചോദിക്കുന്നത്. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. എങ്കിലും എവിടുന്നെങ്കിലും ഒന്ന് കൊണ്ട് നട. വെള്ളം ഒഴിക്കാൻ ആളുണ്ടല്ലോ. തിന്നുന്ന ചാപ്പാടിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോ അതും ചെയ്യിക്കേണ്ടതാ. ചിരിക്കല്ലേ, വലിയ തമാശ കേട്ട മാതിരി. മര്യാദക്ക് എന്റെ കാശ് തരാൻ പറ, അല്ലെങ്കിൽ ഞാൻ പോവാ. ഞാൻ പോവാന്ന്. ആക്കരുത്. ഈ ഏമ്പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? മനസ്സിലായി. അത് തന്നെ പറഞ്ഞത്. എന്റെ ഇപ്പോ 2000 രൂപ എടുക്കാനില്ല. പിന്നെ എന്താ ഉണ്ട്? നുള്ളിപ്പെറുക്കി അവർ 500 രൂപ കാണും. എന്റെ പട്ടിക്ക് വേണം. മര്യാദക്ക് 2000 രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതകം. പ്രത്യാഘാതം മേഘം എന്നുള്ള ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. എല്ലാ ദിവസവും സൂര്യാസ്തമനത്തിന് മുമ്പ് 100ന്റെ 10 ഇന്ത്യൻ കറൻസി നോട്ട് എന്റെ കയ്യിൽ തന്ന് ബോധിപ്പിച്ചുകൊള്ളാം എന്ന് വാക്കാൽ ഉറപ്പ് വന്നിട്ടാ ഞാൻ ഈ നാണം കെട്ട പരിപാടിക്ക് ഇറങ്ങി തിരിച്ച്. വാക്കാലല്ലേ, മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. നിങ്ങളൊരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്. എന്ത് പറഞ്ഞാലും എന്റെ ഇപ്പൊ കാശില്ല. എന്നാൽ ആ 500 ഇതാ, ബാക്കി നാളെ തന്നാ മതി. ഏത് 500? കുറച്ച് നേരത്തെ പറഞ്ഞ ആ 500. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇയാളല്ലോ പറഞ്ഞത് കുറെ ഉള്ളി പറയ്ക്ക കുറെ കാണുന്നു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി, എല്ലാം പോട്ട്. ഇപ്പൊ എത്ര ആരാ? ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാലോ. എന്റെ 250 രൂപ കാണും. എന്നാ? പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളും ഉണ്ട്. ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയുന്ന എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്താ കളി. ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട. കൈവള് കൈവള്. പിന്നെ ഞാനങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടാ ഞാൻ പോവും. രണ്ടുപേരോടും കൂടെ ഈ പറയുന്നത്. കഞ്ഞികള് ഒരു ചാൻസ് കൂടെ തരാം. 250 എങ്കിൽ 250 ഉറപ്പിക്കുന്നോ? രണ്ടുപേരോടും കൂടെ ചോദിക്കുന്നത്. എടോ, തനിക്ക് നാണമില്ലേടോ? ഇല്ല. അത് തന്നെ. ആഹാ, ഞാൻ കാണിച്ചു തരാം. എന്റെ ഷർട്ട് എവിടെ? കുട എവിടെന്നാ ചോദിച്ചത്? കുടയും മടിയൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. തനി സ്വഭാവം കാണിക്കരുത്. അവനവന്റെ സാധനം മാത്രമേ എടുക്കാവൂ. അവിടെ പരിപാടിപ്പുള്ള പലതും കാണും. പിന്നെ എനിക്ക് ഇയാളോട് ഒന്നും പറയാനില്ല. പോകുന്നത് തിന്ന ചോറിന് നന്ദി ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് കൈ വെച്ചേക്കാൻ പറഞ്ഞാൽ മതി. നിയമം പുസ്തകത്തിൽ മാത്രം പോരാ, അത് വാക്കിലും പ്രവൃത്തിയിലും വേണം. ചുമ്മാതല്ല കേസില്ല വക്കീലായിട്ട് ചൊറിയും കുത്തി ഇവിടെ ഇരിക്കുന്നത്. ഇയാൾക്കെന്താ നാളെ പരീക്ഷയാണോ? ഒറ്റ വീക്ക് വെച്ച് കൊടുത്താണ്ടല്ലോ. എടോ, അവസാനമായിട്ട് തന്നെ തിരുമോന്ന് ഞാനൊന്ന് കാണട്ടെ. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായി. കള്ളൻ, വഞ്ചകൻ. ഓക്കെ,
എടാ കൊച്ചെഴുതരടാ മോനെ, കുറച്ചു ദിവസമായിട്ട് നീ എന്നെയിട്ട് വെള്ളം കുടിപ്പിക്കുക. നിന്റെ ഈ ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇവിടെ എന്താ ഇങ്ങ് പോന്നേ? ഇവിടെ